ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്. സോറിയാസിസ്, എക്സിമ, മറ്റ് അലർജി രോഗങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ. വർഷങ്ങളായി ദുബൈയിലായിരുന്നു ജോലി. അവിടെ വെച്ച് സോറിയാസിസ് എന്ന അസുഖം പിടിപെട്ടു. 4 വർഷം ഇംഗ്ലീഷ് ചികിത്സയായിരുന്നു. മാറാതെ വന്നപ്പോൾ നേരെ ഞാൻ കേരളത്തിൽ വന്നു. പത്തനാപുരത്തുള്ള ഒരു ഡോക്ടർ ശീല എന്ന് പറയുന്നു ഡോക്ടറെ ഉണ്ടെന്നറിയാം. ആ ഡോക്ടറിലേക്ക് പോയി കാണിക്കുക. ഡോക്ടർ അസുഖം മാറ്റിത്തരാമെന്ന് പറയുകയും അങ്ങനെ ഡോക്ടർ 2 മാസത്തെ ചികിത്സ കൊണ്ട് എൻ്റെ അസുഖം മാറുകയും തിരിച്ച് ഞാൻ ദുബായി പോവുകയും ചെയ്തു. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, വ്യാപാര ഭവൻ, ടൗൺ, മുസ്ലിം പള്ളിക്ക് സമീപം, പത്തനാപുരം. സുവർണാവസരം. BIS ഹോൾമാർക്ക് ആഭരണങ്ങൾ ഏറ്റവും ആദായകരമായി സ്വന്തമാക്കാൻ സുവർണാവസരം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഏറ്റവും ഫാഷനബിൾ ആഭരണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങാൻ സുവർണാവസരം. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ വില വ്യത്യാസമില്ലാതെ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ ഇടിമണിക്കൽ ജ്വല്ലറിയുടെ BIS 916 ഹോൾമാർക്ക് സ്വർണവുമായി മാറ്റി വാങ്ങാം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഈ ഓഫർ മെയ് 15 വരെ മാത്രം. ഏവർക്കും സ്വാഗതം. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ, അതാ ബുദ്ധി. ഇടിമണിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കൂട്ടുതറ, ചിറ്റാർ, റാന്നി. പാരാമെഡിക്കൽ കോഴ്സുകൾ. കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ. ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ. സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. കഴിഞ്ഞ 25 ബാച്ചുകളിൽ 100% വിജയവുമായി ജില്ലയിലെ ആദ്യത്തെ പാരാമെഡിക്കൽ സ്ഥാപനം. ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കിയ സ്ഥാപനം. പഠിച്ചിറങ്ങിയ 100 കണക്കിന് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലും ഭാരതത്തിലും മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു. മിതമായ ഫീസ് നിരക്കുകൾ തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും ദീർഘവർഷങ്ങളിലെ പരിചയസമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. കോഴ്സ് പൂർത്തിയാക്കിയാൽ പിന്നീട് ട്രെയിനിംഗ് ആവശ്യമില്ലാതെ നേരിട്ട് ജോലിയിൽ പ്രവേശിക്കാം. ബസ് യാത്രാ കൺസെഷൻ. കൊട്ടാരക്കരയിലും പുനലൂരിലും ക്ലാസുകൾ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. വിശദ വിവരങ്ങൾക്കും പ്രോസ്പെക്ടസിനും റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. ഫോൺ 0474 245 3939. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഫോൺ 0475 222 4088. മൊബൈൽ 9447 255 870, 9447 255 871. വസ്ത്രവൈവിധ്യത്തിന്റെ പുതുപുത്തൻ കളക്ഷനുമായി 14,000 സ്ക്വയർ ഫീറ്റിലേക്ക് പുനലൂർ രാധാസിന്റെ നവീകരിച്ച ഷോറൂം. DH ഓട്ടോ, MCR, സീറോ, ലൂയിസ് ഫിലിപ്പ്, പീറ്റർ ഇംഗ്ലണ്ട്, വാൻ ഹുസൈൻ തുടങ്ങി എല്ലാവിധ ബ്രാൻഡഡ് മെൻസ് വെയറുകളുടെയും വിപുലമായ ശേഖരം. ചുരിദാറുകൾ, ലാച്ച, ഗൌണുകൾ, കിഡ്സ് വെയർ എന്നിവയ്ക്കായി വിശാലമായ പുതിയ ഷോറൂം. വൈവിധ്യമാർന്ന ദുപ്പട്ടകൾക്കായി പ്രത്യേക വിഭാഗം. വിവാഹ പാർട്ടികൾക്കായി പുതുപുത്തൻ കളക്ഷനും പ്രത്യേക സെക്ഷനും. നിങ്ങളുടെ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ പുനലൂർ രാധാസ്, ചൗക്ക റോഡ്, പുനലൂർ. ഫോൺ 0475 222 8650. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി BCom പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ് +2, BCom, MCom പരീക്ഷകളിൽ ഉന്നത വിജയം ഉറപ്പു നൽകുന്നു. ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ഞങ്ങളുടെ പ്രത്യേകതയാണ്. തുടർച്ചയായി യൂണിറ്റ് ടെസ്റ്റും മോഡൽ പരീക്ഷകളും അധ്യാപക രക്ഷാകർതൃ സമ്മേളനവും നടത്തിവരുന്നു. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, BCom, MCom, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ.
പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം MJ ആർക്കേഡ് പുനലൂർ. ഫോൺ 9447154898. നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുജിത് സുരേന്ദ്രൻ. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്റർനെറ്റിന്റെയും മൊബൈൽ ഫോണിന്റെയും ദുരുപയോഗം സ്ത്രീകളെയും കുട്ടികളെയും വഴിതെറ്റിക്കുന്നതായി കൊല്ലം റൂറൽ SP. അതിക്രമങ്ങളെ അതിജീവിക്കാൻ സ്ത്രീകൾ സ്വയം സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും റൂറൽ SP S. സുരേന്ദ്രൻ. ദീർഘദൂര സർവീസുകൾ ആരംഭിച്ചിട്ടും വികസനമെത്താതെ പുനലൂർ റെയിൽവേ സ്റ്റേഷൻ. സ്റ്റേഷനിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ അനങ്ങാപ്പാറ നയം സ്വീകരിച്ച് അധികൃതർ. മഴക്കാലപൂർവ്വ രോഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ വേനൽക്കാലത്തു തന്നെ ആരംഭിച്ചതായി പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നഗരസഭ കാര്യക്ഷമമായി ഇടപെട്ടില്ലെന്ന് പ്രതിപക്ഷം. വാർത്തകൾ വിശദമായി. ഇന്റർനെറ്റിന്റെയും മൊബൈൽ ഫോണിന്റെയും ദുരുപയോഗം സ്ത്രീകളെയും കുട്ടികളെയും വഴിതെറ്റിക്കുന്നതായി കൊല്ലം റൂറൽ SP S. സുരേന്ദ്രൻ. അതിക്രമങ്ങളെ അതിജീവിക്കാൻ സ്ത്രീകൾ സ്വയം സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും കൊല്ലം റൂറൽ SP പറഞ്ഞു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഞ്ചൽ JJ ഓഡിറ്റോറിയത്തിൽ നടന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് M. രാജേഷ് അധ്യക്ഷനായി. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജു സുരേഷ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാ ചന്ദ്രബാബു, A. അഭിലാഷ്, P. അനിതകുമാരി, PS. രാജേഷ്, ബിന്ദു മുരളി, BP. ബിജു, M. സൈഫുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. റിട്ടയർഡ് DYSP V. കുട്ടപ്പൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പുനലൂർ നഗരസഭയിലെ പ്ലാച്ചേരി വാർഡിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. നഗരസഭയിൽ നിന്നെത്തുന്ന കുടിവെള്ളം മാത്രമാണ് ഇവിടുത്തുകാരുടെ ഏക ആശ്രയം. 10 ദിവസത്തിലൊരിക്കൽ നഗരസഭ നൽകുന്ന കുടിവെള്ളമാണ് പരിസരവാസികൾക്ക് ഏക ആശ്രയം. താലൂക്ക് ഓഫീസിൽ നിന്നും കുടിവെള്ള കിയോസ്കിന്റെ സ്റ്റാൻഡ് നൽകിയിട്ട് 2 ആഴ്ച കഴിഞ്ഞു. എന്നാൽ ടാങ്ക് ഇതുവരെ എത്തിച്ചിട്ടില്ല. താലൂക്ക് ഓഫീസിൽ നിന്ന് നടത്തുന്ന കുടിവെള്ള വിതരണത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. കല്ലടയാറ്റിൽ നിന്നുള്ള വെള്ളം തിളപ്പിച്ചാണ് പലരും വീട്ടാവശ്യങ്ങൾ നിറവേറ്റുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് അത് വെള്ളം ഒട്ടുമില്ല. ആ വെള്ളം വല്ലപ്പോഴും വരുമ്പോൾ ആ വെള്ളം കൊണ്ടാ കഴിയുന്നത്. പിന്നെ ലൈൻ വെള്ളം ഇങ്ങനെ വരുവാണെങ്കിൽ മാത്രം കുറച്ച് ദിവസത്തേക്ക് 2-3 ദിവസത്തേക്കുള്ള വെള്ളം കിട്ടും. പിന്നെ അത് കാത്തിരിക്കണം. അങ്ങനെ വളരെ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ആറ്റിൽ പോയി കൊച്ചുങ്ങൾ ചുമന്നുകൊണ്ട് വന്ന് ഞങ്ങൾക്ക് തരും. ഇങ്ങോട്ടൊന്നും വെള്ളവും ലൈനും ഒന്നും ഇല്ല. പിന്നെ ഇങ്ങനെ നമ്മുടെ കൗൺസിലർ വിചാരിക്കുമ്പോൾ വെള്ളം വെച്ചിട്ട് കിട്ടും, അത്ര തന്നെ. അതായത് വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും വയ്യാത്തവരും ഒക്കെയാ. എന്നിട്ട് വെള്ളം വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ വന്നെങ്കിലേ ഉള്ളൂ. കുടിവെള്ളം എത്തിക്കുന്ന ടാങ്കറിൽ എത്തിക്കുന്ന വെള്ളമാണ് ആകെയുള്ള ഒരു ആശ്വാസം. ഇവിടെ കുറച്ച് നാളുകൾക്ക് മുമ്പ് കിയോസ്കുകൾ സ്ഥാപിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് പ്രതീക്ഷിച്ച് ഞങ്ങളിരുന്നു. ഇപ്പോഴൊരു സ്റ്റാൻഡ് മാത്രം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുവരെ ഇതിന്റെ ടാങ്കുകൾ എത്തിയിട്ടില്ല. അപ്പോൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നു പിന്നെ ഈ കനത്ത വേനൽ തീർന്നതിന് ശേഷം കൊണ്ടുവരാനിരിക്കുകയായിരിക്കും. ഇവിടെ ഉയർന്ന പ്രദേശമായതുകൊണ്ട് പുനലൂരിലെ വാട്ടർ സ്കീമിൽ നിന്നും കുടിവെള്ളം എത്തിക്കാൻ കഴിയില്ല. കാരണം ഇത് 2 കിലോമീറ്റർ അകലെ മാത്രമേ ഈ അവിടെ നിന്നുള്ള ലൈനുകളുള്ളൂ. കാരണം അതിനുശേഷം ഇങ്ങോട്ട് വെള്ളം കൊണ്ടുവരാൻ പറ്റില്ല. കാരണം അതിനേക്കാളും ആ ടാങ്കിനെ പുനലൂരിലെ വാട്ടർ അതോറിറ്റിയുടെ സ്കീമിലെ ടാങ്കിനേക്കാളും ഉയർന്ന പ്രദേശമാണ് പ്ലാച്ചേരിയിൽ. പനംകുറ്റി മലയിൽ നിന്ന് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ആണെങ്കിൽ പോലും പനംകുറ്റി മലയിലെ ടാങ്കിൽ നിന്ന് പോലും വെള്ളം ഈ പ്രദേശത്ത് എത്തില്ല. കാരണം അതിലും ഉയരമുള്ള പ്രദേശമാണ്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഈ വാർഡിലെ ജനങ്ങളോടൊപ്പം വാർഡ് കൌൺസിലറുള്ള രീതിയിൽ എന്റെയും അഭ്യർത്ഥന. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അഞ്ചൽ ഏരൂരിൽ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ കൃഷി സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. ഏരൂർ അഞ്ചലിയിൽ അജയകുമാറിന്റെ കൃഷിയാണ് സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചത്. 20 മൂട് തെങ്ങിൻ തൈ ഇവിടെ നിന്നത് ഞാൻ 1 വർഷം പ്രായമായ തെങ്ങിൻ തൈയാണ് സാമൂഹ്യ വിരുദ്ധർ ഇളക്കി അവിടെ കുളത്തിൽ കൊണ്ട് നിട്ടേക്കുന്നത്. കൃഷി ഉള്ളിൽ നിന്ന് 40ഓളം കാപ്പിത്തൈകളും സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ ഭാഗങ്ങളിലെ മദ്യപാനികളുടെയും കഞ്ചാവ് വലിക്കാരുടെയും കഞ്ചാവ് സംഘങ്ങളുടെയും ഒരു കേദാരമാണ്. പല പ്രാവശ്യം ഞാൻ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പല പ്രാവശ്യം ഇങ്ങനെ തെങ്ങിൻ തൈ ഇളക്കി കളഞ്ഞതിനെ സംബന്ധിച്ച് അഞ്ചൽ സ്റ്റേഷനിലും മേലുദ്യോഗസ്ഥന്മാർക്കും പരാതി നൽകിയിട്ടുള്ളതുമാണ്. ഏരൂർ അഞ്ചലിയിൽ അജയകുമാറിന്റെ കൃഷിയാണ് നശിപ്പിച്ചത്. തെങ്ങിൻ തൈകളും കാപ്പിച്ചെടികളും പിഴുതെടുത്ത് സമീപത്തെ ചിറയിലെറിഞ്ഞു. 20 തെങ്ങിൻ തൈകളും 15 കാപ്പിച്ചെടികളുമാണ് നശിപ്പിച്ചത്. ഏരൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വികസനമെത്താതെ പുനലൂർ റെയിൽവേ സ്റ്റേഷൻ. കൂടുതൽ ദീർഘദൂര സർവീസുകൾ ആരംഭിച്ചിട്ടും റെയിൽവേ സ്റ്റേഷനിൽ സൗകര്യങ്ങൾ മാത്രം വർദ്ധിപ്പിക്കുന്നില്ല.
പുനലൂർ ചെങ്കോട്ട പാത കൂടി കമ്മീഷൻ ചെയ്യുന്നതോടെ ഒട്ടേറെ ദീർഘദൂര ട്രെയിനുകളും ഗുഡ്സ് ട്രെയിനുകളും ഇതുവഴി കടന്നുപോകും. പത്തനംതിട്ടയെയും തലസ്ഥാനത്തെയും ബന്ധിപ്പിക്കുന്ന പുതിയ പാതയ്ക്കുള്ള സർവേ നടക്കുകയാണ്. കൊല്ലത്തിനും ചെങ്കോട്ടയ്ക്കും മധ്യയുള്ള ഏറ്റവും പ്രധാന സ്റ്റേഷനാണ് പുനലൂർ. കൊല്ലം പുനലൂർ പാത ഗേജുമാറ്റം പൂർത്തിയാക്കിയപ്പോൾ മീറ്റർ ഗേജ് ആയിരുന്നപ്പോഴുള്ള സ്റ്റേഷൻ മന്ദിരം ഉയരം വർദ്ധിപ്പിച്ച് അന്നത്തെ പ്ലാറ്റ്ഫോം നിലനിർത്തുകയാണ് ഉണ്ടായത്. യാത്രക്കാർക്ക് റെയിൽവേ നിഷ്കർഷിക്കുന്ന രീതിയിലുള്ള സൌകര്യങ്ങളൊന്നും ഇവിടെയില്ല. പാലരുവി എക്സ്പ്രസ് കൂടി ഓടിത്തുടങ്ങിയതോടെ സ്റ്റേഷന്റെ വരുമാനം വർദ്ധിച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് സ്റ്റേഷന്റെ ഗ്രേഡ് ഉയർത്തണം. പുനലൂരിലെ പ്രത്യേക കാലാവസ്ഥ പരിഗണിച്ച് 1ഉം 2ഉം പ്ലാറ്റ്ഫോമുകളിൽ മുഴുവൻ മേൽക്കൂര നിർമ്മിക്കണം. ബോഗികളിൽ വെള്ളം നിറയ്ക്കുന്നതിനുള്ള സംവിധാനവും ഏർപ്പെടുത്തണം. പേ ആൻഡ് പാർക്കിംഗ് സംവിധാനമുണ്ടെങ്കിലും ഇവിടെ ഗ്രൌണ്ടിന് മേൽക്കൂരയില്ല. പ്രീപെയ്ഡ് ഓട്ടോ സർവീസ് ആരംഭിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ചോർന്നൊലിക്കുന്ന നൂറ്റാണ്ട് പഴക്കമുള്ള കെട്ടിടത്തിലാണ് ഇവിടെ റെയിൽവേ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. RPFന് പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്ന പ്രഖ്യാപനവും വർഷങ്ങളുടെ പഴക്കമുണ്ട്. ലൈവ് വാർത്ത പുനലൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സമരരംഗത്ത്. പ്രാരംഭഘട്ടത്തിൽ മെയ് 23-ന് നിയമസഭയിലേക്ക് മാർച്ച് നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഗവൺമെന്റ് പൊതുമരാമത്ത് കരാറുകാരുടെ കുടിശ്ശിക അനുവദിക്കുക, PWD മാനുവൽ പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കുക, നിർമ്മാണ സാമഗ്രികളുടെ വില നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഗവൺമെന്റ് കരാറുകാർ സമരപരിപാടി ആരംഭിക്കുമെന്ന് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2017 മെയ് മാസം 23-ാം തീയതി നിയമസഭയിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. നിയമസഭയിലേക്ക് നടക്കുന്ന മാർച്ചിൽ മുഴുവൻ കരാറുകാരെയും 6000 കരാറുകാരോളം ഈ മാർച്ചിൽ പങ്കെടുപ്പിക്കുന്ന ബഹുമാനപ്പെട്ട സമ്പത്ത് MP, C. ദിവാകരൻ MLA, MK മുനീർ എക്സ് മന്ത്രി, മോൻസ് ജോസഫ് എക്സ് മന്ത്രി, സുരേന്ദ്രപിള്ള എക്സ് മന്ത്രി, നൌഷാദ് MLA, കോവൂർ കുഞ്ഞുമോൻ MLA, O. രാജഗോപാൽ MLA, ഷാഫി MLA, മുൻ മന്ത്രി ശങ്കരനാരായണൻ എന്നിവർ പങ്കെടുക്കും. പ്രാരംഭഘട്ടമായി മെയ് 23 ചൊവ്വാഴ്ച നിയമസഭാ മാർച്ചും ധർണയും നടത്തും. രാവിലെ 10-ന് രാജ്ഭവൻ പരിസരത്തു നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് ആരംഭിക്കും. തുടർന്ന് സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കുന്ന ധർണ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ A. സമ്പത്ത് MP, MLA-മാരായ C. ദിവാകരൻ, നൌഷാദ്, കോവൂർ കുഞ്ഞുമോൻ, O. രാജഗോപാൽ, ഷാഫി പറമ്പിൽ, മുൻ മന്ത്രിമാരായ MK മുനീർ, V. സുരേന്ദ്രൻപിള്ള, K. ശങ്കരനാരായണൻ മുതലായവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ G. ത്രിദീപ്, സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി K. സോദരൻ, സബ് യൂണിറ്റ് സെക്രട്ടറി PK അശോകൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് അജിത് പ്രസാദ് ജയൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഇക്കഴിഞ്ഞ +2 പരീക്ഷയിൽ മികച്ച വിജയം സമ്മാനിച്ച് അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. 2 വിദ്യാർത്ഥികളാണ് സ്കൂളിൽ എല്ലാ വിഷയങ്ങൾക്കും മുഴുവൻ മാർക്ക് നേടിയത്. അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2 വിദ്യാർത്ഥികൾക്ക് +2 പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടാനായത് നാടിന് അഭിമാനമായി. കൂടാതെ സയൻസിനും കൊമേഴ്സിനും 100% വിജയവും നേടി. ഇതിൽ 17 വിദ്യാർത്ഥികൾക്ക് ഫുൾ A+ ആണ്. സയൻസ് ഗ്രൂപ്പിലെ വിദ്യാർത്ഥികളായ നീരജ്, സരിക എന്നിവരാണ് 1200-ൽ 1200 മാർക്കും വാങ്ങി ഉന്നത വിജയം കരസ്ഥമാക്കിയത്. അഗസ്ത്യക്കോട് ഹരിതത്തിൽ അധ്യാപകനായ ഹർഷന്റെയും ബീനയുടെയും മകളാണ് സരിക. സഹോദരൻ അശ്വിൻ തിരുവനന്തപുരത്തെ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. പനയഞ്ചേരി മാധവത്തിൽ ചന്ദ്രശേഖരന്റെയും അധ്യാപികയായ ഗിരിജകുമാരിയുടെയും മകനാണ് നീരജ്. സഹോദരി തിരുവനന്തപുരത്തെ CET വിദ്യാർത്ഥിയാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഈ നാടിന്റെ ഇന്നത്തെ തലമുറയുടെ രാജശില്പി. സഹപ്രൗഢിയോടെ വിദ്യ വിളമ്പുന്ന ഇടമൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സഹോദര സ്ഥാപനം ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഇടമണ്ണിന്റെ പുതുനാമ്പുകൾക്ക് ജ്ഞാനസ്നാനം ചെയ്യാൻ, ഉൾക്കണ്ണിൽ വെളിച്ചം നിറയ്ക്കാൻ കല്ലടയാറിന്റെ തീരത്തൊരു അക്ഷരക്ഷേത്രം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ശാന്തിനികേതന്റെ ശാന്തിയും അനന്തമായ അറിവിന്റെ സ്ഫുലിംഗങ്ങളും അമ്മയുടെ ലാളനയും കരുതലും എല്ലാം ഇവിടെ സമന്വയിക്കുന്നു ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഏടും ഉറപ്പുമുള്ള കെട്ടിടങ്ങൾ, ഇല്ലായ്മകളുമായി സമരസപ്പെടുന്ന ഫീസ് ഘടന, വൈജ്ഞാനികവും സഹവൈജ്ഞാനികവുമായ ശേഷികൾ കണ്ടെത്തി വളർത്താൻ പോരുന്ന അരങ്ങും അണിയറയും, മാറുന്ന സാമൂഹിക സാഹചര്യങ്ങൾക്ക് അനുപൂരകമായ പഠനാബോധന രീതി, അനുഭവം കൊണ്ടും അറിവുകൊണ്ടും അർപ്പണം കൊണ്ടും ധന്യരായ അധ്യാപകർ, പൂന്തോട്ടവും പൂക്കാലവും തോൽക്കുന്ന അന്തരീക്ഷം ഒക്കെയും ഒരേ സ്വരത്തിൽ ഉറപ്പുതരുന്നു. ഈ നാടിന്റെ മക്കൾ ഇവിടെ സുരക്ഷിതരാണ്. ഇതാണ് നിങ്ങളുടെ അക്ഷരവീട്. ഇവിടമാണ് നിങ്ങളുടെ കുസൃതികൾ വിരിയും കൂട്. ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഫോൺ 0475 233 5515.
ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം. ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. പ്യാരിവെയർ, സാൻസീറ, ജോൺസൺ, ലെബ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, വിവിധയിനം ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, കിച്ചൺ കബോർഡ് ആക്സസറീസ്. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. ഫോൺ 0475 222 1205. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. മഴക്കാലപൂർവ്വ രോഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ വേനൽക്കാലത്ത് തന്നെ തുടങ്ങിയതായി പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ. അതേസമയം പ്രതിരോധ പ്രവർത്തനങ്ങൾ നഗരസഭ കാര്യക്ഷമമായി നടത്തുന്നില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. പ്രതിരോധ പ്രവർത്തനങ്ങൾ നഗരസഭാ പ്രദേശത്തെ കൃത്യമായി നടന്നുവരുന്നു. കൊതുകു നശീകരണ പ്രവർത്തനങ്ങളും പകർച്ചവ്യാധികൾ തടയാനുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. മാസത്തിൽ 2 തവണ വീടുകൾ സന്ദർശിച്ച് പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ അറിയിച്ചു. കഴിഞ്ഞ ഒരു വർഷക്കാലം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ലെവലിലുള്ള ഒരു ആരോഗ്യ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഞങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് നടത്തിയിരുന്നു. ഞങ്ങൾക്ക് ഏതാണ്ട് 51 ആശാ വർക്കർമാരെ ഒരു വീടുകളിൽ മാസത്തിൽ 2 തവണയിൽ കൂടുതൽ സന്ദർശനം നടത്തി നമ്മുടെ പകർച്ചവ്യാധികൾ പരത്തുന്ന കൊതുകുകൾ നശിപ്പിക്കാനുള്ള സോഴ്സ് റിഡക്ഷനും അതേപോലെ തന്നെ ബോധവൽക്കരണ പ്രവർത്തനവും കഴിഞ്ഞ ഒരു വർഷക്കാലമായി സ്ഥിരമായി നടക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് പുനലൂർ മുനിസിപ്പാലിറ്റി. നിർഭാഗ്യവശാൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്നുള്ള കണക്കെടുത്താണ് പുനലൂരിൽ ഡെങ്കിപ്പനി വ്യാപകമാകുന്നു എന്ന ഒരു ധാരണ പൊതുവെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞങ്ങളിവിടെ വിപുലമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് അതേപോലെ തന്നെ ഈ പകർച്ചവ്യാധികളുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആലോചനാ യോഗം വളരെ നാളുകൾക്ക് മുമ്പ് കൂടിയിരുന്നു. എല്ലാ വാർഡിലുമുള്ള വാർഡ് ലെവൽ സാനിറ്റേഷൻ കമ്മിറ്റി ഞങ്ങൾ യോഗം ചേർന്നിരുന്നു. നാളെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളുടെ അവലോകനത്തിന് വേണ്ടി മുനിസിപ്പൽ കൗൺസിലിൻ്റെ അടിയന്തര യോഗം നമ്മുടെ ആരോഗ്യ പ്രവർത്തകരെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. എന്നാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ലെന്നാണ് UDF പാർലമെന്ററി പാർട്ടി ലീഡർ നെൽസൺ സെബാസ്റ്റ്യന്റെ പ്രതികരണം. പുനലൂർ നഗരസഭയെ പറ്റി പറയുമ്പോൾ സാധാരണഗതിയിൽ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ വളരെ നേരത്തെ തന്നെ കരുതൽ നടപടികൾ എടുത്തുകൊണ്ട് പുനലൂരിൽ നിന്ന് ഒരു കേസ് പോലും റിപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ ഈ പ്രാവശ്യം കേസുകൾ റിപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാകും. കരുതൽ നടപടികൾ എന്തൊക്കെയാണ്? ക്ലോറിനേഷൻ നടത്തണം, ഫോഗിംഗ് നടത്തണം, കൊതുവിനെ അതിന്റെ ഉറവിടത്തിൽ നശിപ്പിക്കണം, പിന്നെ ബോധവൽക്കരണം. ഇവിടെ കൊതുവിനെ ഉറവിടത്തിൽ നശിപ്പിക്കുന്നതിനുള്ള നടപടികളൊന്നും നടന്നിട്ടില്ല. ക്ലോറിനേഷൻ നടന്നിട്ടില്ല, കാരണം എങ്ങും വെള്ളമില്ല. ഫോഗിങ്ങും നടന്നിട്ടില്ല. പിന്നെ ഉള്ളത് ബോധവൽക്കരണമാണ്. ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുള്ളതല്ലാതെ വാർഡുകൾ അത് എന്തുമാത്രം നടന്നിട്ടുള്ളത് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ട കാര്യമാണ്. കഴിഞ്ഞ തവണ മഴക്കാലത്തിന് മുമ്പ് തന്നെ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചിരുന്നു. എന്നാൽ ഇത്തവണ ഇതിന് കഴിഞ്ഞില്ലെന്നും നെൽസൺ സെബാസ്റ്റ്യൻ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പാറക്കെട്ടുകളെ തഴുകിയൊഴുകിയെത്തുന്ന ഒലിയരിക് വെള്ളച്ചാട്ടം ശ്രദ്ധേയമാകുന്നു. മഴക്കാലമായതോടെ ജലപാതത്തിന് പുതുജീവൻ കൈവന്നിരിക്കുകയാണ്. ഏരൂർ പഞ്ചായത്തിൽ ഉൾപ്പെട്ട ആർച്ചൽ ഒലിയരികിലാണ് ഈ ചെറുവെള്ളച്ചാട്ടം. ഐലറയിൽ നിന്ന് ഒഴുകി വരുന്ന ചെറുതോടെ ഒലിയരികിൽ പാറക്കെട്ടുകളിലൂടെ പതിച്ചാണ് വെള്ളച്ചാട്ടമായി പരിണമിക്കുന്നത്. വിനോദസഞ്ചാരത്തിനും വൈദ്യുതോൽപാദനത്തിനും സാധ്യത ഒരുക്കി വെച്ചിട്ടുള്ള ഈ ജലപാതം പക്ഷേ കാണേണ്ടവർ ഇനിയും കണ്ടിട്ടില്ല. പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രമായി വികസിപ്പിക്കാവുന്ന ഈ വെള്ളച്ചാട്ടം കിഴക്കൻ മലനിരകളിലുള്ള പാലരുവിക്കും കുംഭാവുരുട്ടിക്കും അനുബന്ധമായി വികസിപ്പിക്കാവുന്നതാണ്. അങ്ങനെ ചെയ്താൽ ജില്ലയ്ക്ക് മറ്റൊരു സാമ്പത്തിക സ്രോതസ്സായി ഇത് മാറും. പാറക്കെട്ടുകളിലൂടെ 2 തട്ടുകളായാണ് ഇവിടുത്തെ വെള്ളച്ചാട്ടം. കുളിക്കാൻ സൗകര്യത്തിലുള്ള സ്ഥലവും പാറക്കെട്ടുകൾക്കിടയിലുണ്ട്. തികച്ചും ഗ്രാമീണ അന്തരീക്ഷത്തിലാണ് ഈ വെള്ളച്ചാട്ടം. വയലുകളുടെയും തോടിന്റെയും മധ്യത്തിലൂടെ ഇവിടേക്കുള്ള ഒറ്റയടിപ്പാത മറ്റൊരു ആകർഷണമാണ്. നാട്ടുകാരും പരിസര പ്രദേശങ്ങളിലുള്ളവരും മാത്രമേ ഇവിടെ എത്താറുള്ളൂ.
പുറം ലോകത്തിന് ഈ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് അറിവില്ല. അഞ്ചൽ പുനലൂർ പാതയിൽ മാവിള, ആർച്ചൽ, ഗുരുമന്ദിരം ജംഗ്ഷൻ വഴിയും ഏരൂർ നെട്ടയംകോണത്ത് ജംഗ്ഷൻ വഴിയും ഇവിടെ എത്താവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ദേശീയപാതയിൽ വശങ്ങൾ ഇടിഞ്ഞു താഴ്ന്ന ഭാഗങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. പ്ലാച്ചേരി ഭാഗത്താണ് റോഡിന്റെ വശങ്ങൾ ഇടിഞ്ഞു താഴ്ന്ന അപകടം ഉയർത്തുന്നത്. റോഡിന്റെ ഇടിഞ്ഞു താഴ്ന്ന ഭാഗത്തെ മണൽച്ചാക്കുകൾ അടുക്കി വെച്ചിരിക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. എന്നാൽ കനത്ത മഴയിലും മറ്റും ഭൂരിഭാഗം മണൽച്ചാക്കുകളും നാശോന്മുഖമായിരിക്കുകയാണ്. മാത്രമല്ല, അപകട മുന്നറിയിപ്പ് നൽകുന്ന യാതൊന്നും തന്നെ ഇവിടെയില്ല. അധികാരികൾ മനുഷ്യജീവന് പുല്ലുവില കൽപ്പിച്ചിരിക്കുന്നതിന്റെ തെളിവാണ് അപകട സാധ്യത കൂടിയ മേഖലയിലെ ഈ അപകടക്കണി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വീണ്ടും പ്രധാന വാർത്തകൾ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് livevarta.com സന്ദർശിക്കുക. നമസ്കാരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. കോളേജ്, പുനലൂർ. പുനലൂർ പട്ടണത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നതും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷാ വിജയികളാക്കുന്നതുമായ വിദ്യാഭ്യാസ സ്ഥാപനം ചാപ്റ്റർ കോളേജ്. ഹയർ സെക്കൻഡറി തലം മുതൽ ബിരുദാനന്തര തലം വരെ ക്ലാസുകൾ നടത്തപ്പെടുന്ന സ്ഥാപനം. പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ അധ്യാപകർ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നു. കേരള MG യൂണിവേഴ്സിറ്റികളുടെ PG, ഡിഗ്രി കോഴ്സുകളും മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ വിദൂര പഠന കോഴ്സുകളും നടത്തപ്പെടുന്നു. മികച്ച അധ്യയനം, തികഞ്ഞ അച്ചടക്കം, ഉന്നത വിജയം, രക്ഷകർത്താക്കളുമായുള്ള നിരന്തര സമ്പർക്കം, കൃത്യമായ ഇടവേളകളിൽ പരീക്ഷകൾ, മോഡൽ പരീക്ഷകൾ. സാമൂഹിക സാംസ്കാരിക രംഗത്തും കഴിഞ്ഞ 12 വർഷക്കാലമായി തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ചാപ്റ്റർ കോളേജ് അതിന്റെ ജൈത്രയാത്ര തുടരുന്നു. ചാപ്റ്റർ കോളേജ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 222 9454 960 515. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ഫോൺ 0475 235 2698. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്.